ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 197ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ വർഷത്തെ ആദ്യ നാളുകളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഏകദേശം 2 മാസമായി. തിരക്ക് കാരണമാണ് ഇതുവരെ വരാൻ കഴിയാതെ പോയത്. ഇതിനിടയിൽ എന്നെ വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീല പ്രദേശങ്ങളിലേക്ക് പോകുവാൻ തീരുമാനിച്ചതായും അതിനനുസരിച്ച് അവിടെയൊക്കെ യാത്ര പോകുന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞും കൊണ്ടാണ്. യെരുശലേമിൽ നിന്ന് യാത്ര തിരിച്ച് 2 ദിവസം കഴിഞ്ഞാണ് യേശു ഗലീലയിലെത്തിയത് എന്ന് യോഹന്നാൻ 4:43 സാക്ഷ്യപ്പെടുത്തുന്നു. ഗലീലയിലേക്കുള്ള തൻ്റെ യാത്രയിൽ യേശു ഒരു ചെറിയ ഡീറ്റൂർ നടത്തുകയും അങ്ങനെ ശമര്യയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വച്ച് ഉണ്ടായ ഒരു സംഭവവുമാണ് അതിൻ്റെ കാരണമെന്ന് യോഹന്നാൻ 4:1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട്. യേശുവും ശമര്യക്കാരി സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണവും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദൻ്റെ പരമ്പരാഗത അതിർവരമ്പുകളെ ഭേദിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് അത്. അതോടൊപ്പം തന്നെ നാം സൂക്ഷ്മമായി പഠിച്ചാൽ ക്രൈസ്തവ ആധ്യാത്മികതയെ കൃത്യമായി ഡിഫൈൻ ചെയ്യുന്ന അഥവാ വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടെയാണ് അത്. അതുകൊണ്ട് ആ സംഭവത്തെ അല്പം വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വാക്യം 4 പറയുന്നു, അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന്. ഈ പ്രയോഗത്തിന് ചരിത്രപരമായും വർഗപരമായും യഹൂദൻ്റെ ശുദ്ധ അശുദ്ധി സംബന്ധിച്ചും വളരെ പ്രാധാന്യമുണ്ട്. ശമര്യർ സ്വന്തം സഹോദര ഗോത്രങ്ങളിൽപ്പെട്ടവരാണെങ്കിലും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം BC 722 മുതൽ ചരിത്രപരമായി വെറുക്കപ്പെട്ടവരായ സങ്കരവർഗമാണ് അവർ. അതിൻ്റെ കാരണം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ചില വാക്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. വാക്യം 5, അശൂർ രാജാവായ ശൽമനേസർ BC 722 രാജ്യത്ത് എല്ലായിടവും കൂടി കടന്ന് ശമര്യയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. വാക്യം 6, ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തിലെ ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. വാക്യം 24, അശൂർ രാജാവ് ബാബേൽ, കുഥ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ശമര്യയിൽ നിന്ന് പോയവർ ചെന്ന സ്ഥലങ്ങളിലുള്ളവരുമായും ശമര്യയിൽ അവശേഷിച്ചിരുന്നവർ
അവിടെ വന്നു ചേർന്നവരുമായും കൂടിക്കലർന്ന് അങ്ങനെ എല്ലാ വിധത്തിലും വംശശുദ്ധി നഷ്ടപ്പെട്ട് ഒരു സങ്കര വർഗമായി മാറിപ്പോയതിനാൽ ശമര്യരോട് അന്നു മുതൽ യഹൂദർക്ക് ശത്രുതയാണ്. വംശപരമായ അവരുടെ അകൽച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിശക്തമായി തുടരുന്നതായി എസ്രായുടെ പുസ്തകം വെളിവാക്കുന്നുണ്ട്. ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് യഹൂദയെ പുനർനിർമ്മിക്കുമ്പോൾ വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി എന്നതിനാൽ അവരെ മുഴുവൻ ഉപേക്ഷിച്ച് യഹൂദർക്കും ശമര്യർക്കും ഇടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതായി എസ്രായുടെ പുസ്തകം 9-10 അധ്യായങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടുള്ള അവരുടെ പ്രതികരണമായി ശമര്യർ മോശ എഴുതിയ 5 പുസ്തകമടങ്ങുന്ന ഗ്രന്ഥം മാത്രം അവരുടെ മതഗ്രന്ഥമായി അംഗീകരിച്ചു. മോശയുടെ 5 പുസ്തകങ്ങൾ ഒഴികെ ഒരു പുസ്തകവും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ഗ്രന്ഥത്തെ സാമരിറ്റൻ പെൻഡാറ്റ്യൂക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ശമരിയക്കാരുടെ പഞ്ചഗ്രന്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, യെരുശലേം ദേവാലയത്തിന് ബദലായി അവർ ഗെരിസീം മലയിൽ ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. കൂടാതെ ശമര്യയിൽ കുടിയേറിയ ജനത യഹോവയെ ഭജിച്ചതോടൊപ്പം അതത് ജാതി താന്താൻ്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി വന്ന് പാർത്ത പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്ന് വരെ ചെയ്തു വരുന്നു. അങ്ങനെ ക്രമേണ 2 വിഭാഗങ്ങളും തമ്മിലുള്ള അകൽച്ചയും ശത്രുതയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പുതിയ നിയമം പഠിക്കുമ്പോൾ യേശുവിൻ്റെ സമയത്തും അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണമായി, വടക്ക് നിന്നും തെക്ക് വരെ വെറും 120 മൈൽ മാത്രം ദൈർഘ്യമുള്ള പാലസ്തീൻ എന്ന ഭൂപ്രദേശം 3 മേഖലകളായി വിഭജിക്കപ്പെട്ടിരുന്നു. തെക്ക് ഭാഗം യഹൂദിയും വടക്ക് ഭാഗം ഗലീലയുമാണ്. ഇത് രണ്ടിൻ്റെയും നടുവിലാണ് ശമര്യ. തെക്ക് ഭാഗമായ യഹൂദ്യയിൽ നിന്ന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഗലീലയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ശമര്യ വഴിയാണ്. അതിന് ബദലായുള്ള ഒരു വഴി യഹൂദ്യയിൽ നിന്നും വടക്കോട്ട് യാത്ര ചെയ്ത് ശമര്യയുടെ അതിരിലെത്തി കിഴക്കോട്ട് തിരിഞ്ഞ് യോർദാൻ കടന്ന് മറുകരയിലെത്തി വടക്കോട്ട് യാത്ര ചെയ്ത് ശമര്യരുടെ പ്രദേശം കഴിയുമ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് യോർദാൻ കടന്ന് വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഗലീലയിലെത്തുക. ഈ വഴി പോയാൽ ഇരട്ടി സമയം വേണ്ടിവരും. എന്നാൽ ശമര്യരുമായി ഒരു തരത്തിലുമുള്ള ബന്ധവും ഉണ്ടാകാതിരിക്കാൻ യഹൂദന്മാർ ഇങ്ങനെ ശമര്യ ചുറ്റിയാണ് സാധാരണയായി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് അവൻ ശമര്യയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന പ്രയോഗത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. പ്രഥമദൃഷ്ട്യാ സാഹചര്യവശാൽ യേശു അവിടെ എത്തപ്പെട്ടു പോയി എന്ന് തോന്നാമെങ്കിലും യേശു വളരെ ബോധപൂർവമായാണ് അവിടെ എത്തിയത് എന്ന് പിന്നീടുള്ള സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ ഫോക്കസ് എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോധപൂർവമായ അതിർത്തി കടക്കലാണ് ഇത് എന്ന് വ്യക്തം. 5 മുതലുള്ള വാക്യങ്ങൾ: അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു.
അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ശമരിയ സ്ത്രീ അവനോട്, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. തികച്ചും അസാധാരണകരമായ ഒരു അതിർത്തി കടക്കലും അതിനേക്കാൾ അസാധാരണമായ ഒരു സംഭാഷണവും. അതുകൊണ്ടാണ് സാഹചര്യവശാൽ യേശു അവിടെ എത്തപ്പെട്ടതല്ല എന്നും ബോധപൂർവമായി ചില ചട്ടക്കൂടുകളെ മനഃപൂർവ്വം മറികടക്കുന്നതുമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, യേശുക്രിസ്തു സഭയെ ഏൽപ്പിച്ചിട്ട് പോയ ദൗത്യം എങ്ങനെ നിറവേറ്റണം എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രവർത്തന രീതിയാണ് യേശു ഇവിടെ വെളിവാക്കുന്നത്. കാലങ്ങളായി അല്ലെങ്കിൽ കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ചില സമ്പ്രദായങ്ങളെയും മാമൂലുകളെയും അതിലംഘിച്ച് സുവിശേഷം അതിർത്തികൾ കടന്ന് ലോകം മുഴുവൻ വ്യാപിക്കുന്നത് എങ്ങനെയെന്നും ഇവിടെ യേശു വ്യക്തമാക്കുകയാണ്. എല്ലാ തരം അതിർവരമ്പുകളെയും യേശു ബോധപൂർവം അതിലംഘിക്കുകയാണ് ഇവിടെ. ഞാൻ ചില മേഖലകൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, വർഗപരമായ വേലികൾ. മുമ്പ് ഞാൻ വിശദമാക്കിയതുപോലെ BC 722 മുതൽ യഹൂദരും ശമര്യരും തമ്മിൽ പല വിധത്തിൽ തുടർന്നു വരുന്ന വർഗപരമായ വേർതിരിവ്. വിശദാംശങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ. ബോധപൂർവം ശമര്യയിൽ പ്രവേശിക്കുക വഴി നൂറ്റാണ്ടുകളായി യഹൂദവർഗം അനുവർത്തിച്ചു വന്നിരുന്ന വർഗപരമായ ശുദ്ധ അശുദ്ധതയുടെ അതിർവരമ്പ് ലംഘിക്കുകയാണ് യേശു ഇവിടെ. യേശുവിൻ്റെ ജീവിതം ജനനം മുതൽ മരണം വരെ ഇത് വെളിവാക്കുന്നതാണല്ലോ. സർവ്വലോകത്തിനുമുള്ള സുവാർത്തയായി വന്നു പിറന്ന യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭത്തിൽ തന്നെ ലോകത്തോട് പറയുന്നു, സുവിശേഷം വർണ്ണ വേതിരിവുകളില്ലാത്ത ലോകമെങ്ങും ഒഴുകി എത്തേണ്ടതാണ് എന്നാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നസറത്തിലെ സിനഗോഗിൽ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ യേശു നയം വ്യക്തമാക്കുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ. തൻ്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം തൻ്റെ ആഗമനോദ്ദേശത്തെക്കുറിച്ച് യേശു പ്രഖ്യാപിച്ചത് അക്ഷരം പ്രതി പ്രവർത്തിച്ച് കാണിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, ഇഹലോകത്തിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി താൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ നോക്കി നിന്ന ശിഷ്യന്മാരോടും അതിലൂടെ നമ്മോടും യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന്. മർക്കോസ് 16:15. യേശു ഏൽപ്പിച്ചു പോയ ദൗത്യം ഏറ്റെടുത്ത അപ്പോസ്തലന്മാർ യഹൂദന്മാർക്ക് നിഷിദ്ധരായിരുന്ന ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷവുമായി പോകുന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ക്രൈസ്തവ സഭയുടെ ശില്പിയും പണിക്കാരനുമായി പൗലോസ് യഹൂദന്മാരോട് നടത്തുന്ന പ്രസിദ്ധമായ പ്രതിവാദ പ്രസംഗത്തിൽ തൻ്റെ നിയോഗ വഴികളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചുവെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം വാക്യം. മാത്രമല്ല, തരം നിരന്തരമായ മിഷണറി യാത്രകളിലൂടെ യഹൂദേതരരായ സകല ജാതികളോടും സുവിശേഷം പങ്കുവച്ച് ജാതികളുടെ അപ്പോസ്തലൻ എന്ന പേർ പ്രാപിച്ചത് നമുക്ക് അറിവുള്ളതാണല്ലോ. ഈ സംഭവങ്ങളും വേദഭാഗങ്ങളുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു, സുവിശേഷം
വർഗ വർണ്ണ വേർതിരിവുകളുടെ വേലികളെ അതിലംഘിക്കേണ്ടതാണ്. അതാണ് സഭയുടെ ഇന്നത്തെ നിയോഗം. 2, ലിംഗപരമായ വേലികൾ. അന്നത്തെ സമൂഹത്തിൽ ഒരു യഹൂദൻ ഒരു സ്ത്രീയോട് പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാറില്ല, സ്വന്തം ഭാര്യയോടായാൽ പോലും. അതിനേക്കാൾ പ്രധാനമായ കാര്യം, ഒരു യഹൂദ റബ്ബായി ഒരിക്കലും ഒരു സ്ത്രീയോട് പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാനേ പാടില്ല എന്നതാണ്. അതിലുപരിയായി ഇവിടുത്തെ പ്രശ്നം, യേശു സംസാരിക്കുന്നത് യഹൂദൻ ഏറ്റവും വെറുക്കുന്ന ഒരു ശമരിയക്കാരിയോടാണ് എന്നതാണ്. യേശു അവളോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ വരെ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ്. 27-ാം വാക്യത്തിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 3, ധാർമ്മികമായ വേലികൾ. ഇവിടെ മറ്റൊരു വിഷയം കൂടെ പ്രസക്തമാണ്. ആ സ്ത്രീയുടെ ധാർമ്മികതയെ സംശയിക്കേണ്ട ചില സൂചനകൾ ഈ വേദഭാഗത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൾ വെള്ളം കോരാൻ വന്ന സമയം സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവിടെ നാം വായിക്കുന്ന 6-ാം മണി നേരം എന്നത് ഉച്ചയ്ക്ക് 12 മണിയാണ്. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ അതിരാവിലെയാണ് അന്നത്തേക്കുള്ള വെള്ളം ശേഖരിക്കാൻ പോകുന്നത്. ഒരിക്കലും അവർ ഉച്ചയ്ക്ക് 12 മണിക്ക് പോകില്ല. അപ്പോൾ മറ്റാരും വരാത്ത സമയം നോക്കിയാണ് അവൾ വന്നത് എന്ന് അവൾ അവിടെ എത്തിയ സമയം സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, അവളുടെ ഭർത്താവിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ചോദ്യവും അവളുടെ മറുപടിയും അതിന് യേശു നൽകുന്ന മറുപടിയുമാണ്. അത് നമ്മൾ പിന്നാലെ കാണുന്നതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇതുവരെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എല്ലാം ഒരു യഹൂദൻ, അതും യഹൂദൻ്റെ പ്രാണവായുവായ ന്യായപ്രമാണത്തിൻ്റെ സംരക്ഷകനും ഉപദേഷ്ടാവും പ്രയോക്താവുമായിരിക്കേണ്ട ഒരു യഹൂദ റബ്ബായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലവിലിരുന്ന എല്ലാ അതിർവരമ്പുകളെയും ബോധപൂർവം ലംഘിക്കുകയാണിവിടെ. താൻ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ലാത്തിടത്ത് പ്രവേശിക്കുകയും താൻ ഒരു കാരണവശാലും സഹകരിക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത യേശു അന്ന് താൻ അംഗമായിരുന്ന ദൈവത്തിൻ്റെ ജനത്തോടും യേശു അന്ന് തുടങ്ങിവെച്ച പ്രസ്തുത അതിർത്തി കടക്കലിലൂടെ സുവിശേഷത്തിൻ്റെ ഭാഗമാകാൻ കരുണ സിദ്ധിച്ച നമ്മോടും പ്രഖ്യാപിക്കുന്നു. യേശു സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ്. സുവിശേഷം എന്ന നിത്യജീവൻ്റെ നീരുറവ വർഗവർണ്ണ കാലദേശ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഒഴുകിയെത്തേണ്ടതാണ്. നസറത്തിലെ സിനഗോഗിൽ വെച്ച് യെശയ്യാപ്രവചനം വായിച്ച് അത് വിശദീകരിക്കവേ, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നത് പ്രഖ്യാപിച്ച് തൻ്റെ കേൾവിക്കാരെ മുഴുവൻ ഞെട്ടിച്ച യേശു ഇവിടെ ശമരിയക്കാരി സ്ത്രീയുമായി തുടർന്ന് നടത്തുന്ന സംഭാഷണം പാരമ്പര്യങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചും അതിൻ്റെ പ്രകടഭാവമായ ആരാധനയെക്കുറിച്ചുമൊക്കെ നിലവിലിരുന്ന ധാരണകളെ കീഴ്മേൽ മറിക്കുന്ന അനുപമമായ ഒരനുഭവമാണ്. ദൈവത്തെ സംബന്ധിച്ചും ആത്മീയതയെ സംബന്ധിച്ചും ആരാധനയെ സംബന്ധിച്ചും നമുക്ക് വിലമതിക്കാവതല്ലാത്ത അറിവുകളും വെല്ലുവിളികളും നൽകുന്ന ആ സംഭാഷണം 9 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദമായ പഠനം ആവശ്യമായ ആ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ധ്യാനിക്കാം. അതുവരെ ദൈവം നമ്മെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.